തൃശൂർ പുത്തൻചിറയിൽ 2020 സ്ഥാനാർത്ഥി വിജയലക്ഷ്മിയുടെ പത്രിക സ്വീകരിച്ചില്ല. 5-ാം തീയതി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി അവസാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പത്രിക സ്വീകരിക്കാത്തതോടെ സ്ഥാനാർത്ഥി പൊട്ടിക്കരഞ്ഞു. സൂരജ് സജി തൃശൂരിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തയായിരുന്നു 2020 ആ രീതിയിൽ അവിടെ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ രംഗത്ത് വന്നു എന്ന വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എന്താണ്? ഇന്നിപ്പോൾ അവസാന ദിവസവും അവർക്ക് പത്രിക നൽകാൻ കഴിഞ്ഞില്ല. അതിന് കാരണമായി പറഞ്ഞത് എന്താണ്? ഇപ്പോൾ 2020 എന്ത് നിലപാടാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്? പ്രജിൻ, ഈ 11-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്നു ഈ വിജയലക്ഷ്മി. ഈ 11-ാം വാർഡിലെ വോട്ടർ പട്ടികയിൽ ഇവരുടെ പേര് ഇല്ലാതിരുന്നതിനെ തുടർന്ന് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല ഉത്തരവ് നേടിയെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല ഉത്തരവ് നേടിയെടുത്ത് ഇവർ കളക്ടറെ സമീപിച്ചു. അതായത് കളക്ടറോട് ഇത് പുനഃപരിശോധിക്കാനുള്ള ഒരു ഉത്തരവായിരുന്നു ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. അങ്ങനെ ഈ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ഹിയറിംഗ് നടത്തുകയും ആ ഹിയറിംഗിൽ ഇവർക്ക് 14-ാം വാർഡിൽ വോട്ട് അനുവദിച്ചുകൊണ്ട് കളക്ടർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്നലെ ഇവർ പഞ്ചായത്ത് സെക്രട്ടറി സമീപിച്ചതാണ്. ആ സമയത്ത് അവർ പറഞ്ഞത് തിരുവനന്തപുരത്ത് നിന്ന് ഇത് ഓൺലൈനായി വോട്ടർ പട്ടികയിൽ അപ്ഡേറ്റ് ആയി വന്നാൽ മാത്രമേ ഈ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇന്നലെ ഇവരെ മടക്കി അയക്കുകയായിരുന്നു. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇവർ എത്തിയ സമയത്താണ് ഒരു ഉത്തരവ് ഇവർക്ക് ഔദ്യോഗികമായി തന്നെ കൈമാറുന്നത്. അതിൽ പറയുന്നത് 4-5 തീയതികളിലായിരുന്നു അവസാനമായി വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാനുണ്ടായിരുന്ന അവസരം. അത് ഒരു ഓൺലൈൻ സംവിധാന പ്രകാരമാണ് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത്. ഈ കാലാവധി അവസാനിച്ചതോടുകൂടി തന്നെ ഓൺലൈനായി ഇനി ഈ പേര് ചേർക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്നുമാണ് ഇപ്പോൾ ഇവർക്ക് നൽകിയിരിക്കുന്ന മറുപടി. 2020 സംബന്ധിച്ച ഈ ഏറെ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു പഞ്ചായത്താണ് ആ പുത്തഞ്ചിറ പഞ്ചായത്ത്. ആ പുത്തഞ്ചിറ പഞ്ചായത്തിൽ ഈ സാധ്യത കൽപ്പിച്ച ഒരു സ്ഥാനാർത്ഥിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയാതെ പോയതിന്റെ ഒരു ഞെട്ടൽ അത് 2020ക്കുണ്ട്. അതോടൊപ്പം തന്നെ വിജയലക്ഷ്മിയെ സംബന്ധിച്ചും അവർ ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് ഉണ്ടായത്. സെക്രട്ടറി അടക്കം ഈ LDFന് വേണ്ടി ഒത്തുകളിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ആരോപണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് പോലും ഇവർക്ക് അനുകൂലമായ ഒരു ഉത്തരവുണ്ടായിട്ടും അത് ഒരു പ്രാബല്യത്തിലേക്ക് അല്ലെങ്കിൽ അതൊരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഈ പുത്തഞ്ചിറയിൽ കാണുന്ന കാഴ്ച. LDF ആകട്ടെ അവർ പറയുന്നത് 11-ാം വാർഡിൽ ഇവർ സ്ഥിരതാമസക്കാരല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇവരുടെ വോട്ട് ഒഴിവാക്കണം എന്നുള്ളത് മാത്രമാണ് തങ്ങൾ ആവശ്യപ്പെട്ടതെന്നും അത് പ്രകാരം 11-ാം വാർഡിൽ നിന്ന് ഒഴിവാക്കുകയുമായിരുന്നു എന്നുള്ളതാണ് LDFന്റെ വാദം. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായി ഇത് പുനഃപരിശോധിക്കണമെന്നൊരു ഉത്തരവുണ്ടാകുന്നു. അതിന്റെ സുരേഷിന്റെ സംഭവമൊക്കെ പശ്ചാത്തലമാക്കി എടുക്കാൻ ഹൈക്കോടതി ഇത്തരം സാങ്കേതികത്വം പറഞ്ഞ് ഇതിന് എതിര് നിൽക്കാൻ പാടില്ല എന്നുള്ള പരാമർശങ്ങൾ നേരത്തെ നടത്തി നമ്മുടെ മുന്നിലുണ്ട്. ഇതിപ്പോൾ കളക്ടർ തന്നെ ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ സാങ്കേതികത്വം പറഞ്ഞത് എങ്ങനെയാണ് ഇങ്ങനെ തള്ളാൻ കഴിയുക? അതിന്റെ വിശദാംശങ്ങൾ, അതിന്റെ വിശദീകരണം എന്തെങ്കിലും അധികൃതർ നൽകുന്നുണ്ടോ സൂരജ്? പ്രജിൻ, അത് തന്നെയാണ്. ഇത് തീർത്തും ഒരു സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് അവർ തള്ളുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതാണ് 2020 അടക്കം കടുത്ത പ്രതിഷേധം ഉയർത്തുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു അടിയന്തര ഇടപെടൽ, അതായത് ഒരു ദിവസം കൊണ്ട് തീർപ്പ് കൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി പോലും ഇതിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. കാരണം അധിക ദിവസമില്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ. അങ്ങനെ ഹൈക്കോടതി ഇതിൽ തീർപ്പ് കൽപ്പിക്കാൻ ഒരു ദിവസത്തെ സാവകാശം കളക്ടർക്ക് നൽകുന്നു. കളക്ടർ അന്ന് തന്നെ ഇതിന്റെ ഹിയറിംഗ് നടത്തി, രാവിലെ തന്നെ ഇതിന്റെ ഒരു ഹിയറിംഗ് നടത്തി സെക്രട്ടറിയെ കേൾക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെ കേൾക്കുന്നു. അങ്ങനെയാണ് ഇവർ 11-ാം വാർഡിൽ സ്ഥിരതാമസക്കാരല്ല എന്ന വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ 14-ാം വാർഡിൽ ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന പ്രദേശത്ത് അങ്ങനെയെങ്കിൽ ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകണം, അവിടെ ഇവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് കളക്ടർ അറിയിക്കുന്ന. പക്ഷേ അവിടെ കളക്ടർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച് അത് ഉത്തരവായി തന്നെ കൈപ്പറ്റിയിട്ടും ഇപ്പോൾ ഈ പഞ്ചായത്ത് സെക്രട്ടറി ആകട്ടെ, ഭരണാധികാരിയായിട്ടുള്ള പഞ്ചായത്ത് സെക്രട്ടറി ആകട്ടെ പറയുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് ഓൺലൈനായി അപ്ഡേറ്റ് ആയി വരില്ല എന്നും ഓൺലൈൻ സംവിധാനം സെക്രട്ടറിക്കെതിരെയും കഴിഞ്ഞ ദിവസം 2020 ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. LDFന് വേണ്ടി നിൽക്കുന്നു പഞ്ചായത്ത് സെക്രട്ടറി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നടത്തിയിരുന്നു. എന്തായാലും പുത്തഞ്ചിറയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കണ്ണീരണിയുന്ന സ്ഥാനാർത്ഥിയാണ്. ഈ പത്രിക നൽകാൻ കഴിയാഞ്ഞതോടെയാണ് ഇത്തരത്തിൽ വലിയ നാടകീയ രംഗങ്ങളൊക്കെ അവിടെ ഉണ്ടായത്. അവിടെ നിന്ന് ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്, അതിലേക്കാണ് ഇനി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പറഞ്ഞ 11-ാം വാർഡിലെ എല്ലായിടത്തും വീടുകൾ കയറിയിട്ട് നല്ല പ്രചരണം നടത്തിയ വിജി ജയിക്കുമെന്നുള്ളൊരു ഒരു ഭീതി കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, പ്രധാനമായും LDF ചെയ്തിട്ടുള്ളൊരു വേലയാണിത്. വിജിയുടെ വീട് 11-ാം വാർഡിലാണ്. അവിടെ റെനോവേഷൻ നടക്കുന്നുണ്ട്. അവിടെ എന്നാലും വിജിയും ഭർത്താവും അവിടെ ഇടയ്ക്കിടയ്ക്ക് താമസിച്ച് അതിന് ചുറ്റുമുള്ള 14 ഏക്കർ സ്ഥലത്ത് കൃഷി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കിലോമീറ്റർ അപ്പുറം ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ കുടുംബത്തിന് അവിടെ താമസിപ്പിച്ച് ഇവർ രണ്ടുപേരും ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ അവിടെ കൃഷിയും കാര്യങ്ങളും ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.